കാശ്മീരിലെ അതിമനോഹരമായ മൂന്നാം ദിവസം. പല സിനിമകളുടെയും പശ്ചാത്തലമായ ദാൽ ലേക്കിലേക്കാണ് നമ്മുടെ യാത്ര. സ്കൂളിൽ പോകുന്ന പിള്ളേർ. നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറു ഗ്രാമ സംസ്കാരം തന്നെ ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻസിനായിട്ട് ഇവർ ചൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ചെറു വള്ളങ്ങളാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ ഒരു വള്ളം. അതിശൈത്യമാകുമ്പോൾ ദാലിലേക്ക് ഉറഞ്ഞു പോകും കേട്ടോ. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ ദാൽ ലേക്കിൽ ഇന്ന് ഹൗസ് ബോട്ടിലേക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. സമയം ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് പോകാനായിട്ട് ചെറിയൊരു ശിക്കാര വള്ളത്തിലേക്ക് കയറുകയാണ്. ആദ്യം വള്ളത്തിലേക്ക് കയറിയപ്പോൾ ഒന്ന് ആടി ഉലഞ്ഞെങ്കിൽ ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇതെല്ലാം കാണുന്നത് ഹൗസ് ബോട്ടാണ്. ദാൽ ലേക്കിലുള്ള നൈറ്റ് വ്യൂസ് ആണ് കേട്ടോ. ദാൽ ലേക്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ 13,000 രൂപയാണ് ആവറേജ് ആവുക. സീസൺ ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്റ്റേ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പാക്കേജിൽ തന്നെ ഉൾപ്പെടുത്തുക. അതിശൈത്യമാകുമ്പോൾ ദാലിലേക്ക് മൊത്തത്തിൽ ഉറഞ്ഞു പോകുമെന്നും അതിനുശേഷം ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രതിസന്ധി നേരിടുമെന്നും ഈ ശിക്കാര തുഴയുന്ന ആൾ പറഞ്ഞെന്നായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ എത്തിയായിരുന്നു കേട്ടോ. വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാനേ. നമുക്ക് ഹൗസ് ബോട്ടിന്റെ ഉള്ളിലോട്ട് പോവാം. ചെന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു ഹാളും ഡൈനിങ് ഏരിയയും ചേർന്നൊരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തുക. വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. AC, ഫ്രിഡ്ജ്, TV എല്ലാം ഉണ്ട്. മൊത്തം കാർപ്പറ്റ് ഒക്കെ വിരിച്ചിട്ടുണ്ട്. ഹൗസ് ബോട്ടിന്റെ ഉൾവശം മൊത്തമായിട്ട് ചെയ്തിരിക്കുന്ന വാൾനട്ട് വുഡ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഹൗസ് ബോട്ടിന് 50 ലക്ഷത്തിന് മുകളിൽ റേറ്റ് വരുമെന്നാണ് ഈ പുള്ളി പറഞ്ഞത്. ഒരു കുഞ്ഞ് ഇടനാഴിയിലൂടെ ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റൂമിലേക്ക് ഞങ്ങൾ പോവാണേ. ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ. അടിപൊളിയാണ്. പക്ഷെ എല്ലാ അറേഞ്ച്മെന്റ്സ് ഒക്കെ. റൂമിൽ ഹീറ്റർ ഒക്കെ ഉണ്ട്. പക്ഷെ പ്ലാസ്റ്റിക് കവർ പോലും മാറ്റാതെ വെച്ചിട്ടുണ്ട് റൂമിലേക്ക്. ഈ കാണുന്നത് 2ാമത്തെ റൂമാണ്. 2 ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ബെഡിനടിയിൽ ഒരു ചെറിയ ഹീറ്ററും കൂടെ ഉണ്ട് കേട്ടോ. ഹീറ്റർ ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. This one is hot, so 24 hours you will get water. You don't need to switch off. Okay. And this one you don't have to turn right. Keep it always on the left and turn this so you can mix hot and cold. Okay, sir? Okay. When you sit inside, take a bath. Keep this like this so the water doesn't fall on the floor because it is a houseboat. Okay. ബാത്റൂമിൽ വെള്ളം താഴെ വീഴാൻ പാടില്ലെന്നാ പുള്ളി പറയുന്നത്. പുള്ളി കുറെ കഥയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഒറ്റ നോട്ടത്തിൽ നമ്മൾ സാമ്പാറിനെ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത് ദാൽ കറിയാണേ. ഇത് അവിയലല്ല, അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. കോളിഫ്ലവർ ഒക്കെ ഇട്ടൊരു സെറ്റാണ്. അതാ ചിക്കൻ കറി. ഇവിടുത്തെ ടേസ്റ്റ് ഒക്കെ വേറെയാണ് ചിക്കൻ കറിയുടെ. പിന്നെ ചപ്പാത്തിയും. നല്ല വിശപ്പുണ്ടേ. ഇന്ന് വീണ്ടും സോൻമാർഗിലൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നതാ. നല്ലോണം നടന്നിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ആദ്യം നമുക്ക് ഫുഡ് ഇഷ്ടപ്പെടില്ല, പിന്നെ പോയി ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഈ ചിക്കൻ കേട്ടോ. കാശ്മീരി ചിക്കനാണ് ഇത്. വേറൊരു ദാൽ ഇത് കൊള്ളാം. കോളിഫ്ലവറും ദാലും ഇതൊക്കെ ഇട്ട് സ്പ്രിംഗ് ഓണിയനാണെന്ന് തോന്നുന്നു, അറിയില്ല. എല്ലാം കൂടെ ഇട്ടിട്ട് അത് കൊള്ളാം കേട്ടോ. ചൂട് നിൽക്കാനായിട്ട് കാസറോളിലാണ് പുള്ളി കൊണ്ടുവന്നത് കേട്ടോ ഫുഡ്. ഇതാണ് ദാൽ കറി. ദാലിന്റെ കറിയാണ്. കുഴപ്പമില്ല. ഈ ഒരു സാധനം ഞങ്ങൾ വഴിയരികിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബീഫ് ചുട്ടതാണ് കേട്ടോ. ലോക്കലായിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങിച്ചതാട്ടോ. അത് പണിയായി. നല്ല ഉപ്പും റബ്ബർ പോലെ ഇരിപ്പുണ്ട്. നേരം പുലർന്നായിരുന്നു. രാവിലെ 7 മണി ആയിട്ടുണ്ടേ. ഈ കാണുന്നത് മാവ് അരച്ച് വെച്ചിരിക്കുന്നതല്ല, ഇതാണ് ഇവിടുത്തെ ഉപ്പുമാവ്. കൂടെ ബ്രെഡ്, ജാം, പിക്കിൾ, സോൾട്ടഡ് ബട്ടർ എന്നിവയുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ചെറു കച്ചവടക്കാരൊക്കെ റൂമിൽ വന്ന് വിളിക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. രാവിലെ തന്നെ നല്ല തണുപ്പാണേ. സൈബീരിയയിലുള്ളൊരു ദേശാടന പക്ഷിയാണ്. വിന്റർ ആകുമ്പോഴേക്കും അവർ ഈ നാട്ടിലോട്ട് വരുന്നതാണ്. ഇന്നാണ് ഞങ്ങളുടെ ട്രിപ്പിന്റെ അവസാന ദിവസം. ഹൗസ് ബോട്ടിൽ നിന്ന് ചെക്കൗട്ട് ആയിട്ടുണ്ടേ. നമുക്കിന്ന് ഏകദേശം 1 മണിക്കൂർ ശിക്കാര റൈഡ് ഉണ്ട്. ബോട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ ആദ്യമായി ഒരു കച്ചവടക്കാരൻ ഞങ്ങളെ സമീപിച്ചു. ഇത് കാവ കൊണ്ടുവന്നതാണ്. കാവ എന്ന് വെച്ചാൽ കാശ്മീരിലെ ഒരു പ്രത്യേക ഡ്രിങ്കാണ് കേട്ടോ. കൊറോണ കാലത്ത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ആയത് കാവയുടെ പൊടിയാണ്. ഏകദേശം 13 സ്പൈസസ് അടങ്ങിയ ഒരു ചായ പോലത്തെ ഒരു ഡ്രിങ്കാണ് കാവ. സാഫ്രോണും ഇതിന്റെ കൂടെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവർ കൊണ്ടുവരുന്ന കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. അടിപൊളിയാണേ. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ഐറ്റംസ് കയ്യിലുണ്ട്. നോക്കിയോ, ധാരാളം കീ ചെയിനൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. ഒരു സുവനീർ എന്നോണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അടുത്ത കച്ചവടക്കാരൻ ഞങ്ങളെ സമീപിച്ചു.
പുള്ളി വിൽക്കുന്നത് സാഫ്രോണും ഷിലാജിത്തുമാണ്. പുറമെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ടാണ് പുള്ളി പറയുന്നത്. ഇത് ഒറിജിനലാണോ ഇല്ലയോ എനിക്കറിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അടുത്ത കച്ചവടക്കാരെ ഞങ്ങളെ സമീപിച്ചു. ഇത് കുറച്ചുകൂടെ അടിപൊളിയാണ്. കുറെ അധികം ഐറ്റംസ് ഇവിടെ ഉണ്ട്. എല്ലാം വുഡ് കാർവിംഗ് ഐറ്റംസും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ആണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കീച്ചേനൊക്കെ പുള്ളിയുടെ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് സങ്കടകരമായ കാഴ്ചകളിലൂടെ കണ്ടായിരുന്നു. അത് ഈ കച്ചവടക്കാരൊക്കെ അടുത്ത് വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ ആട്ടി പായിക്കുന്ന കുറെ ടൂറിസ്റ്റുകളായിരുന്നു. അവർ യാചിച്ച് ജീവിക്കുന്നവരല്ല, ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക തന്നെ വേണം. ദാൽ ലേക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള പല കുടുംബങ്ങളുടെയും വരുമാന മാർഗം ഈ ചെറുകിട കച്ചവടം തന്നെയാണ്. സ്കൂളുകളിലേക്കും മറ്റു കെട്ടിടങ്ങളിലേക്കും ആശുപത്രികളിലേക്കും പോകുന്നവര് ഈ ശിക്കാര റൈഡിനെ തന്നെയാണ് ഇവിടെ ആശ്രയിക്കുന്നത്. ചെറുവള്ളങ്ങൾ സ്വന്തമായി ഉള്ളവരും ധാരാളമാണ്. പ്രായഭേദമന്യേ അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഇദ്ദേഹം വിൽക്കുന്നത് പൂക്കളാണ് കേട്ടോ. നമ്മളിനി അടുത്ത് പോകുന്നത് ഒരു ദാൽ ലേക്കിലെ ഒരു കവലയിലേക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഈ ശിക്കാര തുഴയാനുള്ള പ്രാവീണ്യമുണ്ട്. സ്കൂളിൽ പോകുന്ന പിള്ളേർ ഈ വീടിൻ്റെ പടിക്കെട്ടം നോക്കിക്കേ. വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ നിന്ന്. ദാൽ ലേക്കിലെ ജലമൊന്നും ഉയർന്നാൽ വീടിനകത്തേക്ക് വെള്ളം കയറുന്ന വിശേഷം ഉണ്ടാവും. ഇത് ഈ പോകുന്നത് CRPFന്റെ പെട്രോളിംഗ് ബോട്ടാണ്. ഇവരുടെ ക്യാമ്പ് ഇതിനടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പലതരം തുണിത്തരങ്ങളും ഗ്രോസറീസ്, പച്ചക്കറികൾ എല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇത് ഈ കാണുന്നതാണ് CRPFന്റെ ക്യാമ്പ് കേട്ടോ. ഞങ്ങളുടെ ശിക്കാര റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇതിന് ശേഷം റോഡിലേക്ക് പോവുകയാണ്. റോഡിൽ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. അങ്ങോട്ട് പോവുക. അടുത്ത് നേരെ നമ്മൾ ഗാർഡൻസിലോട്ടാണ് പോകുന്നത്. കാശ്മീരിൽ 4-5 ഗാർഡൻസ് കാണാനുണ്ട്. ഇനി 1-2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. കുഞ്ഞു കുട്ടികളുമായി ദാൽ ലേക്കിൽ സ്റ്റേ എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. അടുത്തത് ദാൽ ലേക്കിലെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. രാത്രി കാലങ്ങളിൽ ദാൽ ലേക്കിലെ ടെമ്പറേച്ചർ വളരെ ഡൗൺ ആയി മാറും. ഞങ്ങൾക്ക് ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. ഹീറ്റർ 11 മണിക്ക് ശേഷം അവർ ഓഫ് ചെയ്യും. മുന്നേ ടൂറിസ്റ്റ് ആരോ ഹീറ്റർ ഇട്ട് ഉറങ്ങിയപ്പോൾ ഹീറ്ററിൽ നിന്ന് തീ പടർന്ന് ഹൗസ് ബോട്ടുകളെ കുറെ അധികം കത്തി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും ഒരു ഹൗസ് ബോട്ടിലും ഹീറ്ററുകൾ വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ. See you next video guys. Bye.